ചിങ്ങമാസം വന്നു. നമ്മളുടെ തിരുവോണം എത്താനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം നമുക്കും നമ്മുടെ ഓണം സ്പെഷ്യലൊക്കെ തുടങ്ങാം അല്ലേ? അതിനായിട്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ പായസമാണ് ഇന്നിപ്പോൾ കാണിക്കാൻ പോണത്. നമ്മുടെ മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു പായസം. അപ്പം മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, അതായത് നമ്മളുടെ തെന വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസമാണ് ഇന്നിപ്പോൾ കാണിക്കണേ. പായസം അല്ല, നിങ്ങൾക്കിപ്പം അല്ലാതെ തന്നെ ഇപ്പം ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയൊക്കെ ഈ മില്ലറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് നമുക്ക് നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഏത് മില്ലറ്റ്സ് ആണെങ്കിലും ഒരുപാട് ഗുണമുള്ളതാണ്. പ്രോട്ടീനും വൈറ്റമിൻസും അതേപോലെ കാൽഷ്യം, അയൺ കണ്ടന്റ് എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ മില്ലറ്റ്സ്. ഇപ്പം ഇത് വെച്ചിട്ട് ഇപ്പം ഞാൻ ബാണിയാർഡ് മില്ലറ്റ്, അതായത് നമ്മുടെ കവതപ്പുല്ല് വെച്ചിട്ട് ഞാൻ ഉപ്മാവ് കാണിച്ചിട്ടുണ്ട്. പിന്നെ തെന വെച്ചിട്ട് തന്നെ ഫോക്സ്റ്റെയിൽ മില്ലറ്റ് വെച്ചിട്ട് തന്നെ ഇഡ്ഡലി കാണിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക, എന്നിട്ട് ഉണ്ടാക്കിയും കൂടെ നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഈ തെന വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ പായസം നമ്മളുടെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസമല്ലേ, അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങളിപ്പം ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പായസം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇത് ഞാൻ തന്നെ പലതും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ഒന്ന് ട്രയലൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ സ്പെഷ്യൽ പായസം കാണുന്നതിന് മുമ്പായിട്ട് ഇതുവരെ കറിയാൻ സ്പൈസസ് റിവ്യൂസും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ നിങ്ങൾക്ക് കമൻസ് എന്തെങ്കിലും എന്നെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്, അവിടെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ റിപ്ലൈ ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പം പലവരും കാണുന്നില്ല, അതുകൊണ്ട് അവർക്ക് ആ നോട്ടിഫിക്കേഷൻ പലരും പറയണ്ട അവർക്ക് കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ. അതിപ്പം ആ ബെല്ലൈക്കൺ ഉണ്ട് താഴെ, നമ്മളുടെ ഇത് വരുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരും. ഇനി നമ്മളുടെ ഈ ഓണക്കാലത്ത് ഉള്ള നമ്മളുടെ ഈ ഓണം എപ്പിസോഡുകൾ എല്ലാവരും കാണുക. പിന്നെ ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, അതെല്ലാവരും തീർച്ചയായിട്ടും കാണണം. അപ്പം ഇനി നമ്മളുടെ ഈ സ്പെഷ്യൽ ഓണപ്പായസം നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മളുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള തെന ഞാനവിടെ 1 മണിക്കൂറോളം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഒന്ന് കുതിരാനായിട്ട് വെച്ചത്. ഫസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പം ഒരു 100 ഗ്രാംസോളമാണ് തെന എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ 2-3 മണിക്കൂറൊക്കെ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. എന്നാലും ഒരു 10-15 മിനിറ്റോളം എടുക്കും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ എടുക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ തെന. ഞാൻ ഇതിന് മുമ്പ് ഫോക്സ്റ്റെയിൽ മില്ലറ്റിൻ്റെ ഒരു ഇഡ്ഡലി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും. ഈ മില്ലറ്റ്സിൻ്റെ ആ ഒരു ഏരിയയിൽ പല ടൈപ്പ് മില്ലറ്റ് കിട്ടും. ഇനി ഇതിനാവശ്യത്തിന് വെള്ളം ഇതൊന്ന് പൊങ്ങിക്കിടക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ അരിയെല്ലാം വേവിക്കണ പോലെ തന്നെ അതൊട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ്. അത് നെയ്യും കൂടി ഇട്ട് വേവുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പം അതിനായിട്ടാണ് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ കേൾപ്പിക്കണം. നന്നായിട്ട് വേവണം. ഇത് വേവുന്ന ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്യാം. ഇപ്പം നമ്മളുടെ തെനയൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അപ്പം 200 ml ഗ്ലാസിൻ്റെ പകുതിയായിരുന്നു തെന എടുത്തത്. അതേപോലെ തന്നെ ഒരു പകുതി സേമിയയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനിയും സേമിയ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കുക.
ഇതിപ്പോൾ നമ്മൾ ഇപ്പം സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ ഇപ്പം ഭയങ്കരമായിട്ട് ബ്രൗൺ ആവരുത്. ഇപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം സേമിയ വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി. ഒരു 1/2 കിലോ ശർക്കരയാണ് ടോട്ടലായിട്ട്. 1/2 കിലോ ശർക്കര ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റോളം നമ്മൾ ഈ ശർക്കരയൊക്കെ ഇട്ട് സേമിയ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് പാല്, അത് നമ്മുടെ പശുപാല് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊഴിക്കുമ്പം ഈ ശർക്കര എല്ലാം കൂടെ ഒന്ന് കട്ടിയായിട്ട് തോന്നും. അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ഇനി പാല് കിടന്നിട്ട് വേണം നമ്മുടെ ഈ സേമിയ ഒന്ന് വേവിക്കാനായിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെയാണ് അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ സേമിയ വേവാൻ അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റിനുള്ളിൽ സേമിയ വെന്ത് കിട്ടും. അപ്പോൾ സേമിയ വേവുന്ന ആ സമയത്ത് ഞാനിപ്പം ചെറിയ ബർണറിലോട്ട് അത് വെച്ചു. ഇനിയും നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, അപ്പോഴത്തേക്ക് തെനയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ നുറുക്ക് ഗോതമ്പിൻ്റെ പോലെയാണ് ഇരിക്കുക. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇതിലോട്ട് കുറച്ച് നെയ്യ്, അതേപോലെ തന്നെ ശർക്കര പാനിയാക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ 2-3 വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കണം. ശരിക്കും വേവണം. വെന്തിട്ട് മാത്രമേ ഈ ശർക്കരയിലോട്ട് ചേർക്കാവുള്ളൂ. ഇനി ഒന്ന് ഫ്ലെയിം ഞാൻ മീഡിയത്തിലോട്ട് ആക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മറ്റുള്ള ശർക്കര പായസമൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ഇനിയും ഈ തെന ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ശർക്കരയും നെയ്യിലും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ വഴറ്റുന്നതിലാണ്, ഇപ്പം ഏത് പായസമാണെങ്കിലും നമ്മൾ ആ വഴറ്റുന്നതിലാണ് പായസത്തിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ സേമിയൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് പാലും ശർക്കരയിലും ഒക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അങ്ങോട്ട് അടച്ച് തന്നെ വെക്കാം. നമ്മളുടെ തെന ഒന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഒന്ന് ചേർക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ. ഇപ്പോൾ ഒരു 10 മിനിറ്റായിട്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മളുടെ ഈ സേമിയയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി ഇതിലോട്ട് അപ്പം 250 ml ഗ്ലാസിൻ്റെ 1 ഗ്ലാസ് പശുവും പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ആദ്യം നമ്മൾ 1 ഗ്ലാസ് സേമിയയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ 1 ഗ്ലാസ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ പശുവും പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചു. ഇതിലോട്ട് ഞാൻ 1 കപ്പ്, അതേപോലെ തന്നെ 250 ml ഗ്ലാസിൻ്റെ 1 കപ്പാണ്. 1 കപ്പ് 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കണേ. തേങ്ങാപ്പാൽ, മറ്റേത് പശുവും പാലായിരുന്നു. ലാസ്റ്റ് നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യണം. തിളപ്പിക്കേണ്ട. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സൊക്കെ ആയി. ഇപ്പോൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ചൂടാവും. കാരണം ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയല്ലേ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനിയും ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്. നോർമലി നമ്മുടെ ശർക്കര പായസത്തിൽ കണ്ടൻസ് മിൽക്ക്, ഞാൻ ഗോതമ്പ് പായസത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒരു 100 ml ഉള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ശരിക്കും ആ ഒരു ശർക്കര പായസത്തിന്. നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സൊക്കെ ചെയ്തു. ഇനിയും അവസാനം കുറച്ചുകൂടെ ഏലക്കാപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇപ്പം ഏലക്കയുടെ കൂടെ തന്നെ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർക്കുക. അപ്പം എൻ്റെ കയ്യിൽ ചുക്കുപൊടി ഇരിപ്പില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. അല്ലെങ്കിൽ നോർമലി ഞാൻ ഏത് ശർക്കര പായസം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് ചുക്കുപൊടിയും കൂടി ഇടും.
ചിലവർ ജീരകം പൊടിച്ചത് ഇടാറുണ്ട്. ചില നാട്ടിലൊക്കെ പായസത്തിന് ജീരകം പൊടിച്ചത് ഇടും. അപ്പം നിങ്ങൾ നോർമലി ജീരകം പൊടിച്ചതാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അതേപോലെ തന്നെ ചെയ്യാം. ഇനി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി നെയ്യൊന്ന് ചൂടാക്കിയാണ് ഇതിലോട്ട് കാഷ്യൂനട്ട്. ഇത് ഇഷ്ടമുള്ള പോലെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കിസ്മിസ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ആൽമണ്ട്സ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം, അതെല്ലാം ഓപ്ഷണലാണ്. അതേപോലെ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ ഈ അടിപൊളി തെന വെച്ചിട്ടുള്ള ഫോക്സ്റ്റെയിൽ മില്ലറ്റ് വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി. ഹെൽത്ത് വൈസ് ആണെങ്കിലും ഈ മില്ലറ്റ്സ് ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഈ ഓണത്തിന് തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ വിട്ടുപോകരുത്. പിന്നെ ഇതുവരെ കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.